നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. CPM-ൻ്റെ 23-ാം പാർട്ടി കോൺഗ്രസ് മതിലേ നടക്കുകയാണ്. ഈ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ കൊല്ലത്തു നിന്നുള്ള MA ബേബി ഈ പാർട്ടിയുടെ അമരം കാക്കുമോ എന്നുള്ളൊരു ആകാംക്ഷയാണ് ജനങ്ങൾക്ക്, പാർട്ടിക്കാർക്ക് പുറത്തുള്ളതും. കാരണം അദ്ദേഹം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവാണ്. പോരാങ്കിൽ 71-72 വയസ്സായി. ഇനി അടുത്ത ഒരു തവണ പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായപരിധി കഴിയുമോ, അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഉള്ളവരിൽ സീനിയറായ MA ബേബിക്ക് സാധ്യതയുണ്ടോ? ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന സാധ്യത MA ബേബിക്കാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ. പിന്നെ അദ്ദേഹത്തോടൊപ്പം വേറൊരു പേരും കൂടെ പറഞ്ഞു കേൾക്കുന്നത് അശോക് ധാവളെ, പോളിറ്റ് ബ്യൂറോ മെമ്പറായ മഹാരാഷ്ട്രയിൽ നിന്നുള്ള. പക്ഷേ എനിക്ക് തോന്നുന്നത് ബേബിക്കാണ് മുൻതൂക്കം തോന്നുന്നത്. ഇപ്പം പിണറായി വിജയൻ പിന്തുണച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബേബിയാവും. ഇനി പിണറായി വിജയൻ ചിലപ്പോൾ എന്നേക്കാൾ അദ്ദേഹത്തിൻ്റെ കീഴിലായി പോവോ എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഒരു പെരുന്തച്ചൻ എഫക്റ്റ്. അതെ, അത് വരാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബേബിക്കാണ് സാധ്യത. ബേബിയാണ് വരേണ്ടതെന്നുള്ളത് കേരളീയർ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലെ പാർട്ടിക്കാരും അല്ലാതുള്ള അനുഭാവികളും ഒക്കെ ആഗ്രഹം എന്ന് പറയുന്നത് MA ബേബി തന്നെ പോളിറ്റ് ബ്യൂറോ മെമ്പറായി വരിക എന്നുള്ളതാണ്. പോളിറ്റ് ബ്യൂറോയിൽ വരിക എന്നുള്ളതാണ്. ജനറൽ സെക്രട്ടറി ആയിട്ട് മുമ്പ് 2 തവണ രാജ്യസഭാംഗമായിരുന്നു. അതെ, കേന്ദ്ര കമ്മിറ്റി അംഗമായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത്. ഇപ്പൊ തന്നെ PB അംഗം എന്ന നിലയിൽ വിദേശകാര്യ ഇപ്പോഴും അദ്ദേഹം ഡൽഹിയിലാണെന്ന് തോന്നുന്നു. വിദേശത്തിന്റെ ചുമതലയാണ് പാർട്ടി കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ CPM-ന്റെ കേരള ഘടകത്തിൽ ബേബി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ വേറൊരു കാര്യം, വളരെ താത്വികമായിട്ടുള്ള അവലോകനവും ചിന്തകളും ഒക്കെ ഉള്ള ഒരു ആളും കൂടെയാണ്. CPM-നെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ച രീതിയിലുള്ള ഒരു മറുപടികളും അഭിപ്രായങ്ങളും ഒക്കെ കേൾക്കുന്നവർ കൺഫ്യൂഷനായി പോകും. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതാ പറഞ്ഞ താത്വികമായി അവലോകനം നടത്തുന്ന ഒരു പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഒരു ശബ്ദം, ഇപ്പം കേരളത്തിലെ മാത്രമാണ് ഇപ്പോൾ CPM ശക്തമായിട്ട് ഉള്ളത്. ഒരു പാർട്ടി ഭരണം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനവും എന്നുള്ള നിലയിൽ ഇപ്പോൾ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒന്നും വേണ്ടത്ര രീതിയിൽ ഇപ്പോൾ അവിടെ പറയത്തക്ക രീതിയിൽ പാർട്ടി ഇല്ല. പിന്നെ ആകെ ഉള്ളത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു ആളിന് തന്നെയാണ് മുൻതൂക്കം ലഭിക്കേണ്ടത്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നത്, പാർട്ടിയുടെ രാജ്യത്തെ ഏക മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബേബിക്കും കൂടെ ഒരു പോളിറ്റ് ബ്യൂറോ പിന്നെ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ അത് കേരളത്തിനൊരു നല്ല കാര്യം തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. അല്ല, അതെന്ന് പറഞ്ഞാൽ ഈ സീതാറാം കേസരി മരിച്ചപ്പോൾ സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ പകരം സംവിധാനം എന്ന നിലയിൽ പിന്നെ പ്രകാശ് കാരാട്ടിനാണ് കൊടുത്തത്. പക്ഷെ അന്ന് ബേബിക്ക് താൽക്കാലിക ചുമതല കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് സെക്രട്ടറി സ്ഥാനത്തേക്ക് തീർച്ചയായിട്ടും വരാൻ. പക്ഷെ അന്ന് ആ ബേബി വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ആരെങ്കിലും വേണ്ട, പുള്ളിയോട് താല്പര്യമില്ലാത്ത രീതിയിൽ കളിച്ചതായിരിക്കാനാണ് സാധ്യത. ഇനി അറിയാൻ പറ്റില്ല. ഇപ്പോൾ BJP-യുടെ കാര്യം പറയുന്ന കണക്ക് ഒരു പക്ഷേ CPM-ലും ഇനി ആര് വരുമെന്നുള്ളത് ചിലപ്പോൾ ഈ മൂന്നാമതൊരാൾ ചിലപ്പം വന്നാലും അത്ഭുതപ്പെടാനുണ്ടാവത്തില്ല. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന എന്ന് വരുത്താൻ വേണ്ടി ചിലപ്പോൾ മൂന്നാമതൊരു ആള് വന്നേക്കുമെന്ന് കേൾക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ വേറെ ആൾ വന്നുകൂടാ. അതെ, വിജയരാഘവനൊക്കെ ഉണ്ടല്ലോ, വിജയരാഘവൻ PB മെമ്പറാണെന്ന്. അതെ, അപ്പോൾ അദ്ദേഹം വന്നുകൂടായി. അപ്പോൾ അതല്ല, ഈ CPM-ന്റെ കേരള ഘടകം എടുത്താലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇതുവരെ പാർട്ടി സെക്രട്ടറി ആയിട്ടില്ല. ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇതുവരെ പാർട്ടി സെക്രട്ടറിമാരായിട്ടുള്ളത്. അപ്പോൾ ഓരോ തവണയും അങ്ങനെ തന്നെ. അപ്പോൾ നേരത്തെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവാൻ യോഗ്യതയുള്ള ബേബിയെ ഇവിടുന്ന് കെട്ടിച്ചതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പം ദേശീയ ജനറൽ സെക്രട്ടറി ആവാൻ വേണ്ടിയുള്ള സുപ്രധാനമായ ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ കേരള ഘടകം കടുംവെട്ട് വെട്ടുമോ? അല്ല, അതാണ് പറഞ്ഞത്. എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് എന്തായാലും ഒരു സാധ്യത അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ട്. പിന്നെ പാർട്ടിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവസാന നിമിഷം ഒരു പക്ഷേ നമുക്കറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് പിണറായി വിജയൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും വളരെ വാല്യുബിൾ ആയിരിക്കും. അദ്ദേഹം പറയുന്ന കണക്കെ മിക്കവാറും ആരായിരിക്കും ജനറൽ സെക്രട്ടറി എന്ന് തീരുമാനിക്കാൻ സാധ്യതയുള്ളൂ. കാരണം കേന്ദ്ര കമ്മിറ്റിക്കൊന്നും ഇപ്പോൾ പ്രകാശ് കാരാട്ടിനൊന്നും അതിൻ്റെ അകത്ത് വലിയ റോൾ ഉണ്ടാവും തോന്നുന്നില്ല. പിണറായി വിജയൻ്റെ അഭിപ്രായമായിരിക്കും അതിനകത്ത് തീർച്ചയായിട്ടും അന്തിമമായിട്ടുള്ളത്. അപ്പോൾ അതിൽ പിണറായി വിജയൻ്റെ ഗുഡ് ബുക്കിലാണ് ബേബി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബേബി തന്നെ വരാനാണ് സാധ്യത. പിന്നെ ഇനി അദ്ദേഹത്തിന് വേറെ ആരോടെങ്കിലും താല്പര്യമുണ്ടോ, ഇദ്ദേഹത്തിനോട് താല്പര്യം കുറവുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കും.
ഇപ്പൊ വീണ വിജയനെതിരായിട്ട് ഉയർന്ന മാസപ്പടി കേസ് ഈ ബേബിക്ക് പ്രയോജനം ചെയ്യുമോ? കാരണം ഒരു കടുംവെട്ടിൽ നിന്ന് ഒഴിവാക്കുമോ? അതായത് പാർട്ടിക്ക് പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു അവസരമായിരുന്നു. ആ ഒരു കേസ് ഇതുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഈ CPM-ന്റെ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ ഈ വിഷയം വന്നിരിക്കുന്നത്. അതെ, അത് അവരെ തീർച്ചയായിട്ടും അവിടെ ഒരു അലോസരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും, പുറമേ കാണുന്നില്ലെങ്കിലും പോലും തീർച്ചയായിട്ടും ഒരു അലോസരം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഇതിനിടയ്ക്ക് പിന്നെ ഇത് ഒരിക്കലും ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, ചർച്ച ചെയ്യേണ്ട വിഷയം അല്ലെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നെ ഗൂഢാലോചന ഉണ്ടെന്ന്. അത് ഈ പാർട്ടി കോൺഗ്രസിൽ നിന്ന് വാർത്ത ശ്രദ്ധ തിരിഞ്ഞു പോകുന്നുള്ള ഒരു കാര്യം കൂടെ കാണും. പാർട്ടി കോൺഗ്രസിനെ പോലും പ്രതിരോധത്തിലാക്കിയാണ് പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ മകളെന്ന് പറഞ്ഞാൽ മകളുടെ ഭർത്താവ് മന്ത്രിയാണ്. അപ്പൊ ആ മകൾക്കെതിരായി അവിടെ പങ്കെടുക്കുന്നു. മകള് ഒരു കുടുംബസമേതം അവിടെ പങ്കെടുക്കുന്നത്. അപ്പൊ മകൾക്കെതിരായിട്ട് ഒരു ആരോപണം, സാമ്പത്തിക ആരോപണം, 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ആരോപണം വരുമ്പോൾ ആരോപണത്തിന്റെ കാർമേഘം ഈ പാർട്ടി കോൺഗ്രസിന്റെ മേൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിനെല്ലാം ഇപ്പൊ നേരത്തെ ഏത് ആരോപണം വന്നാലും ഇവരുടെ ഒരു ഒറ്റമൂല്യമുണ്ട്. അതായത് ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഇപ്പോഴും ആൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കമാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ട് രക്ഷപ്പെടാനായിരിക്കും അവർ ശ്രമിക്കുക. പക്ഷേ ഇനി ഇതിൻ്റെ തുടർ നടപടികൾ വരുമ്പോഴത്തേക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനി എന്തൊക്കെ ഏത് രീതിയിൽ വരും, അറസ്റ്റ് ഉൾപ്പെടെയുള്ളത് വരാൻ സാധ്യത ഉണ്ടെന്നല്ലേ പറയപ്പെടുന്നത്. പക്ഷെ അപ്പോൾ ഈ ഇങ്ങനെ ഒരു കേസ് ഇപ്പോൾ പിന്നെ വന്ന സ്ഥിതിക്ക് ഇതിന് പിന്നെ ചില ഈ സമയം ടൈമിങ് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. BJP-യുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിൻ്റെ ഒരു മാറ്റമാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് പിണറായി വിജയൻ നിർമ്മല സീതാരാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയല്ലോ, കേന്ദ്ര ധനമന്ത്രിയായിട്ട് കേരള ഹൗസിൽ വെച്ച്. അതിനെക്കുറിച്ച് കോൺഗ്രസ് ആരോപിക്കുന്നത് ഈ കേസ് ഒതുക്കാൻ വേണ്ടി ചർച്ച നടത്തിയതെന്നാണ്. ഇപ്പോഴും അത് പറയുന്നുണ്ട്, ഒത്തുതീർപ്പ് ചർച്ച. പക്ഷേ ആ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ കേന്ദ്രം ഇതിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. പിന്നെ രണ്ടാമത് BJP സംസ്ഥാന പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തതിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ സന്ദർശനം നടത്തി. അത് കേരളത്തിലെ BJP-യുടെ ഒരു സ്ട്രാറ്റജിയുടെ മാറ്റത്തിനുള്ള സൂചനയായിട്ടാണ് പലരും കണക്കാക്കുന്നത്. കാര്യം ഇപ്പം നിലവിലുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടേത് തുടർന്നു വന്നത്. കോൺഗ്രസ് മുക്ത. അപ്പോൾ അതുകൊണ്ട് CPM-നെ ഉപദ്രവിക്കുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഭരണത്തിൽ വരാതിരിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ഇറങ്ങുന്നത് വരെ BJP-ക്ക് പിന്തുടർന്നു വന്നത്. പക്ഷേ ഇതിനെതിരെ പാർട്ടിയിൽ നിന്ന് മാത്രമല്ല അനുഭാവികളിൽ നിന്നും വളരെ ശക്തമായ എതിർപ്പുണ്ടായി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ CPM-നെ ഈ രീതിയിൽ വിടുന്ന കോൺഗ്രസ്സിനെ ഒതുക്കുന്നതിനേക്കാൾ CPM-നെ ഒതുക്കുന്നതാണ് കൂടുതൽ മുൻഗണന നൽകേണ്ടെന്നുള്ളൊരു വികാരം പൊതുവെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ ചെന്നപ്പോൾ കേന്ദ്ര നേതാക്കൾ മിക്കവാറും അമിത്ഷായും മറ്റുമായിട്ടായിരിക്കണം പുള്ളി കൂടിക്കാഴ്ച നടത്തിയ ആ ഒരു സ്ട്രാറ്റജി മാറ്റത്തിൻ്റെ ആദ്യ പടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് വിലയിരുത്താവുന്നത്. അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ച് അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും പിന്നെ CPM-നെ പിണറായി വിജയനെ മുൾമുനയിൽ നിർത്താൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും നിർത്താമല്ലോ. ഇപ്പോൾ ഇത് മാത്രമല്ല, വേറൊരു വിഷയം, വഖഫ് വിഷയം കൂടെ ഉണ്ടല്ലോ. ഇപ്പോൾ വഖഫ് വിഷയത്തിൽ കേരളത്തിലെ 2 മുന്നണികളെയും പ്രതിക്കൂട്ടിലാക്കാൻ BJP-ക്ക് സാധിക്കും. പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഇപ്പോൾ പെട്ടെന്ന് അവർക്കുണ്ടായിരിക്കുന്ന ഒരു ബോസ്റ്റിംഗ് ഉണ്ട്. കാരണം മുനമ്പം വിഷയത്തിൽ വളരെ ശക്തമായ സമരം മാസങ്ങളായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ക്രൈസ്തവ സഭകൾ KCBC-യും CBC-യും രംഗത്ത് വന്നു. കോൺഗ്രസിനെതിരാണ്. കോൺഗ്രസ് MP-മാർ, കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MP-മാരും വഖഫ് ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ക്രൈസ്തവ സഭയുടെ മെജോറിറ്റി അതിൽ വരുന്നുണ്ടല്ലോ. കാലങ്ങളായിട്ട് ക്രൈസ്തവ സഭയുടെ വോട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കാണ്? UDF-നാണ്. വളരെ തുച്ഛമായൊരു ശതമാനം LDF-ന് ലഭിക്കുന്നുണ്ട്. ആ ഒരു വോട്ട് ട്രാൻസ്ഫർ നടക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ BJP-ക്ക് വളരെ വലിയ തോതിൽ നടന്നില്ലെങ്കിൽ തന്നെയും നല്ലൊരു തോതിൽ BJP-ക്ക് ഒഴുക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ മുന്നണി ബന്ധങ്ങളിലെ വോട്ട് ഷെയറിങ്ങിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. അത് തീർച്ചയായിട്ടും പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് കോൺഗ്രസിനായിരിക്കും, UDF-നായിരിക്കും. ഇപ്പോൾ ഈ കേരള കോൺഗ്രസ്സുകളെ വളരെ പ്രശ്നത്തിലാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇന്നത്തെ വാർത്തയുണ്ട്, കേരള കോൺഗ്രസ് രണ്ടും മറചട്ടിയിലാണ്. കാരണം കേരള കോൺഗ്രസിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഭകളാണ്.
അപ്പോൾ അവർ കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കേരള കോൺഗ്രസ്സിന് എന്ത് നിലനിൽപ്പുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 2 MP അവർക്കുള്ളത്, ഫ്രാൻസിസ് ജോർജും ജോസ് കെ മാണിയും. ഇവർ രണ്ടുപേരുടെയും കാര്യം അടുത്ത തവണ മിക്കവാറും എന്തെങ്കിലും കട്ടപ്പുകയാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം, കോൺഗ്രസിൻ്റെ ബേസ് എന്ന് പറയുന്നതും ക്രൈസ്തവ സഭകളാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യവും വളരെ പരുങ്ങലിലാവും. അപ്പോൾ BJP ഒരു മുന്നേറ്റം നടത്തി കുറച്ച് സീറ്റുകൾ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ LDF UDF ആ ഇക്വേഷനൊക്കെ മാറും. അല്ല, ഇതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയും പിന്നെ വോട്ടെടുപ്പ് BJPക്ക് ഒരു പ്രതീക്ഷ നൽകിയിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഏറ്റവും ഒരു വലിയ അടിയാണ്. ആരും അതിനെക്കുറിച്ച് കോൺഗ്രസ്സിലെ ഒരു നേതാക്കൾ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ. അതല്ല, പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് ചുമതലപ്പെട്ട അദ്ദേഹം ആ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അത് ആ ഭാഗത്ത് നിന്നുകൊണ്ട് പോരാടേണ്ടതാണ്. തീർച്ചയായിട്ടും. പോരാങ്കിൽ വയനാട് ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ നിന്നത്. നോർത്ത് ഇന്ത്യയിലെങ്ങും കൂറ് പുലർത്താൻ പോലും പ്രിയങ്ക ഗാന്ധിക്ക് നോർത്ത് ഇന്ത്യയിൽ ഒരു സീറ്റിലും ഷുവറായിട്ട് ജയിക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഉറപ്പുള്ള ഒരു സീറ്റിൽ വന്ന് ഇവിടെ വന്ന് മത്സരിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ട് ജയിക്കാം എന്നുള്ളത് കൊണ്ട് മാത്രമാണല്ലോ വയനാട്ടിൽ വന്ന് നിന്നത്. പക്ഷെ അവർ ഈ നിലപാടെടുത്തതിലൂടെ ന്യൂനപക്ഷങ്ങളായി വഞ്ചിച്ചിരിക്കുകയാണ്. ആ ഒരു വികാരം അവർക്കുണ്ട്. LDF മുതലാക്കും, തീർച്ചയായിട്ടും. BJPക്ക് മുതലാക്കാം. LDFയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് BJP ആയിരിക്കും മുതലാക്കുന്നത്. കാരണം കേരളത്തിൽ ഇനി ഒരുപക്ഷെ ഈ ഹൈന്ദവ ക്രൈസ്തവ കൂട്ടുകെട്ടിലേക്ക് ഒരു പോളറൈസേഷൻ വരാനുള്ള സാധ്യതയാണ് ഇതിലൂടെ തെളിഞ്ഞു വരുന്നത്. ഇപ്പോൾ ഈ ക്രൈസ്തവ സഭകൾ ഏതാണ്ട് ക്രിസ്തീയ വോട്ടുകൾ ഒരുപക്ഷെ 2019 മുതൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ട്, ചെറിയ മാറ്റമുണ്ട്. UDFയിൽ നിന്ന് മാറി LDFയിൽ പോയി. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ UDFന് അത് വോട്ട് കിട്ടിയെങ്കിൽ തന്നെയും ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ ഒരു ക്രൈസ്തവനായ ഒരു കേരളീയ മന്ത്രിയുണ്ട്. അപ്പോൾ ആ മന്ത്രിയുടെ വളരെ ശക്തമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ തന്നെ വളരെ ശക്തമായ പ്രസംഗമൊക്കെ വളരെ വൈറലായിട്ടുണ്ട്. ഇതൊക്കെ ക്രൈസ്തവ സഭകൾക്ക് വളരെ ഉത്തേജകം നൽകുന്നതാണ്. പിന്നെ സുരേഷ് ഗോപിയുടെ അതിനേക്കാൾ വലിയ പ്രസംഗം, ഈ മുനമ്പം വിഷയത്തിൽ, വഖഫ് വിഷയത്തിലൊക്കെ സുരേഷ് ഗോപിയുടെ വളരെ തീപ്പൊരി പ്രസംഗമാണ് പാർലമെൻറ്റിലും അതുപോലെ തന്നെ രാജ്യസഭയിലും അദ്ദേഹം നടത്തിയത്. ഇതൊക്കെ ക്രൈസ്തവ സഭകൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. BJPക്കും പ്രതീക്ഷ നൽകുന്നതാണ്. ഈ അവസരമൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഉയർന്നു നിൽക്കുമ്പോഴാണ് മധുര പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അതെ. അതോടൊപ്പം തന്നെ മാസപ്പടി കേസ് ഉയർന്നു. ഇതൊക്കെ വരുമ്പോഴും ഇതൊക്കെ MAVയ്ക്ക് പ്രയോജനം ചെയ്യുമോ? അല്ല, MAVയ്ക്ക് പ്രയോജനം ചെയ്യുമെന്ന് വെച്ചാൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അത് മാത്രമല്ല, ജനറൽ സെക്രട്ടറി ആവുന്നതുകൊണ്ട് കേരളത്തിലിപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന രീതിക്ക് മാറ്റം വരണമെന്നൊന്നുമില്ലല്ലോ. അതൊരിക്കലും ഇല്ല. അത് അവരുടെ പാർട്ടിയുടെ കാര്യമാണ്. പാർട്ടിക്ക് ആര് ജനറൽ സെക്രട്ടറി ആണോ എന്നുള്ളത് അവർ പാർട്ടി കാര്യം മാത്രമാണ്. ഇലക്ഷൻ വരുമ്പോൾ ഇതൊന്നും അവിടെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ MA ബേബി ആയാലും വേറെ ആരെങ്കിലും ആയാൽ തന്നെയും പോളിറ്റ് ബ്യൂറോയിൽ അല്ലെങ്കിൽ CPMൻ്റെ ജനറൽ സെക്രട്ടറി ആരാവുന്നു എന്നുള്ളത് ഒരു പക്ഷേ ജനങ്ങൾക്കൊരു വിഷയമാവേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ബേബി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരാളാണെന്നല്ലോ എന്ന് മലയാളികൾക്ക് എന്തെങ്കിലും ഒരു തോന്നി കുറച്ച് വോട്ടുകൾ ചിലപ്പം അനുകൂലമായിട്ട് കിട്ടിയാൽ കൊല്ലത്തുകാർക്ക് ചിലപ്പോൾ ഒന്ന് പ്രതീക്ഷിക്കാം. കൊല്ലക്കാരനായിട്ട് ഒരാൾ, അതെ, ഒരു മലയാളി. അതെ അതെ, ഒരു മലയാളി ഈ പാർട്ടിയുടെ അമരത്തെത്തുക എന്നുള്ളത് കൊല്ലത്തുകാർക്ക് ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ഇതൊക്കെ നിൽക്കുമ്പോഴാണ് ഈ വിവാദങ്ങൾ വന്നിരിക്കുന്നത്, മാസപ്പടി വിവാദം. എന്തായാലും ഇതൊക്കെ എങ്ങനെ പര്യവസാനിക്കുമെന്ന് നമുക്ക് അല്ല, ഇത് ഇനി കൂടുതൽ കത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വിഷയം ഇനി വളരെ ശക്തമായിട്ട്, കാര്യം പ്രതിപക്ഷം, പിന്നെ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇത് 4 ദിവസം സമരം നടത്തിയിട്ട് അവർ പൊഴി തട്ടി പോകുന്നൊരു നിലപാടാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതും അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ സാധ്യതയല്ല. ഇതിന് പക്ഷേ ഈ നടപടികൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് BJP എങ്ങനെ മുതലെടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. കാരണം ഇപ്പോൾ പുതിയ പ്രസിഡന്റ് വന്ന രാജീവ് ചന്ദ്രശേഖർ വന്ന അദ്ദേഹം ഇനി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ദൈനംദിന പൊളിറ്റിക്സിൽ നേരിട്ട് ഇടപെട്ട് അഭിപ്രായങ്ങൾ പറയാൻ അത് കാര്യമില്ല. പക്ഷേ പിന്നെ ഇപ്പോൾ പൊതുവെ BJPയെക്കുറിച്ച്, കേരള BJPയെക്കുറിച്ച് പറയപ്പെടുന്നത് ഈ ഗ്രൂപ്പുകളുടെ ഒരു അതിപ്രസരമുണ്ട്. 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ശക്തമായ വടംവലിയിലാണ് കേരളത്തിലെ BJP മുന്നോട്ട് പോകാതെ തളർന്നു നിന്നുകൊണ്ടിരുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ മാറ്റം വരുമെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. BJP ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും പറയുന്നുണ്ട്. ഇദ്ദേഹം ഒരു ഗ്രൂപ്പിൻ്റെയും വക്താവല്ല. അപ്പോൾ അദ്ദേഹം സംസാരത്തിൽ വലിയ ഫ്ലുവൻസി ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്.
അല്ല, ഗ്രൂപ്പുകൾ മോശമല്ല. കാരണം ഒരു മഴ വന്നപ്പം ഒരു പിന്നെ വരാതയിൽ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. വെയിൽ വരുമ്പോൾ ഈ ഗ്രൂപ്പുകളെല്ലാം വീണ്ടും ഗ്രൂപ്പുകൾ ശക്തമാവാതിരിക്കാൻ വേണ്ടി ഇത് BJP-യുടെ കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞാൽ അവർ ഇത് വളരെ ശക്തമായിട്ട് വിശകലനം ചെയ്തതിന് ശേഷമായിരിക്കുമല്ലോ ഇങ്ങനെ ഒരാളിനെ അപ്രതീക്ഷിതമായിട്ടാണല്ലോ, ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണല്ലോ. ഇപ്പോൾ സുരേന്ദ്രൻ തുടരും, ശോഭാ സുരേന്ദ്രൻ വരും, ഇങ്ങനെ പല പല അഭ്യൂഹങ്ങൾ കേൾക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായിട്ട് രാജീവ് ചന്ദ്രശേഖറിനെ പ്രസിഡൻ്റാക്കിയത്. അപ്പോൾ അത് കേന്ദ്ര നേതൃത്വം വളരെ പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പഠനം നടത്തിയതിന് ശേഷമായിരിക്കണം അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ട് ഈ സ്ഥാനത്ത് വച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് വിവിധ സഭകളുമായിട്ട് പിന്നെ വിവിധ ഗ്രൂപ്പുകളുമായിട്ടും എല്ലാം തുല്യ അകലത്തിലാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ NSS ആസ്ഥാനത്ത് പോയി, അത് കഴിഞ്ഞിട്ട് വെള്ളാപ്പള്ളിയെ പോയി കണ്ടു. അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു പബ്ലിക് റിലേഷൻ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് എല്ലാ വിഭാഗക്കാരുമായിട്ടും. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു ചാനലിൽ ഒരു ലേഖകൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, പിന്നെ ഈ എന്താ പറയുന്നത് ന്യൂനപക്ഷങ്ങളെ ഏത് രീതിയിൽ കാണുമെന്നുള്ളത്. അപ്പോൾ പുള്ളി അതിന് മറുപടി പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒരു പക്ഷത്തിൻ്റെയും നോക്കിയല്ല, എല്ലാ ജനങ്ങളെയും സബ്കാ വികാസ്, സബ്കാ സാത്ത് സബ്കാ വികാസ്, അതാണല്ലോ BJP-യുടെ സ്ലോഗൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങൾ നോക്കിയാണ്, അല്ലാതെ ഞങ്ങൾക്ക് ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ ഒന്നും നോക്കിയല്ല. അങ്ങനെ ഒരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. അപ്പോൾ അത് തന്നെ ഒരു ശുഭസൂചകമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിയുടെ ഒരു രീതിയാണ് അത് കാണിക്കുന്നത്. നല്ല കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കേരള രാഷ്ട്രീയം കടന്നു പോകുന്നത്. എല്ലാം ശുഭപര്യവസാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അടുത്ത വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.